ഒരു കാലത്ത് മാധ്യമങ്ങൾക്ക് ഒരു വേർതിരിവുണ്ടായിരുന്നു. അച്ചടിക്കുന്നവ അച്ചടി മാധ്യമങ്ങൾ, റേഡിയോയും ടെലിവിഷൻ പോലുള്ളവ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ. രണ്ടിനും രണ്ടിൻ്റെതായ രീതികളും ഉണ്ടായിരുന്നു. കാലം ചെന്നതോടെ ഇതിലൊക്കെ മാറ്റം വന്നു തുടങ്ങി. അതായത് പത്രത്തിൽ പോലും ഇലക്ട്രോണിക്സിൻ്റെ അംശം കടന്നു വരാൻ തുടങ്ങി. എഴുത്തിൻ്റെ കാര്യമാണെങ്കിലും ലിപി വിന്യാസമാണെങ്കിലും അച്ചടിയാണെങ്കിലും അതുപോലുള്ള മറ്റു പല കാര്യങ്ങളിലും ഇലക്ട്രോണിക് ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കടന്നു വരാൻ തുടങ്ങിയതോടെ ഏതല്ല ഇലക്ട്രോണിക് മാധ്യമം എന്ന് ചോദ്യം വന്നു തുടങ്ങി. കുറേ കാലം കഴിഞ്ഞ് ഓൺലൈൻ മാധ്യമങ്ങൾ എത്തിയപ്പോൾ ഇത് മൊത്തത്തിൽ മാറി. ഏതാണ് ഇലക്ട്രോണിക് അല്ലാത്തതെന്നത് വളരെ ശക്തമായി തന്നെ പലരും ചോദിച്ചു തുടങ്ങി. ഓൺലൈൻ മാധ്യമങ്ങൾ പറഞ്ഞു വരുമ്പോൾ ടെലിവിഷനേക്കാൾ കൂടുതൽ ഇലക്ട്രോണിക് ആണല്ലോ എന്ന് പലരും പറയാറുണ്ട്. ഇങ്ങനെ വേർതിരിവുകളൊക്കെ മാറി മാധ്യമങ്ങളെല്ലാം ഏതാണ്ട് ഒരേ ശൈലിയിൽ വരുന്ന ഒരു കാലം. ഇതുപോലെയാണ് അച്ചടി മാധ്യമവും ദൃശ്യമാധ്യമവും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഒരുപാട് കാലങ്ങളിൽ രണ്ടും രണ്ട് തന്നെയാണ് എന്ന മട്ടിൽ നമ്മൾ നടന്നു. ടെലിവിഷൻ പ്രചാരം കൂടിയപ്പോൾ, എല്ലാവരും ടെലിവിഷൻ കാണാൻ തുടങ്ങിയപ്പോൾ പത്രങ്ങൾക്കൊരു തോന്നൽ, നമ്മുടെ ലേഔട്ടിലും മാറ്റം വരണ്ടേ. മാറ്റം വന്നു. വന്നതെങ്ങനെയാണ്? പല പത്രങ്ങളിലെയും ഒന്നാം പേജ് ഏതാണ്ട് ടെലിവിഷൻ സ്ക്രീൻ പോലെ വർണ്ണാഭമായി തുടങ്ങി. ഓൺലൈൻ മാധ്യമങ്ങൾ കൂടുതലായി വന്നു തുടങ്ങിയപ്പോൾ പല പത്രങ്ങളുടെയും ഒന്നാം പേജ് കണ്ടാൽ ഒരു വെബ് പേജ് പോലെ തോന്നുന്ന ഒരു രീതി ഉണ്ടായി. ശ്രാവ്യമാധ്യമമായി തന്നെ തുടങ്ങിയ പോഡ്കാസ്റ്റ് ഇന്ന് പലർക്കും ദൃശ്യമാധ്യമം കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ പത്രം പോലും വിഷ്വൽ മാധ്യമമായിട്ട് മാറുന്ന കാഴ്ച ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാറുണ്ട്. വായനയിലും ദൃശ്യത്തിൻ്റെ അനുഭവം നന്നായി വരണമെന്ന ഒരു താല്പര്യമുള്ളതുകൊണ്ടാവാം അച്ചടിയുടെ കാര്യത്തിലേക്ക് ഒരുപാട് വ്യത്യാസം വന്നു കഴിഞ്ഞു. ആളുകൾക്ക് കണ്ണിന് കുളിർമയേകുന്ന രീതിയിലുള്ള എഴുത്തും ലിപിവിന്യാസവും നിറവുമൊക്കെയായി പത്രങ്ങളിലൊക്കെ. അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് മഷിയിൽ അച്ചടിക്കുന്ന രീതി പതിവായത്. ഒരർത്ഥം ഒന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടി 2 മഷി കൊണ്ട് അച്ചടിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ കൗതുകമുണ്ടാക്കാൻ വേണ്ടി 3 മഷി കൊണ്ട് അച്ചടിച്ചെന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള പല രീതികൾ പത്രങ്ങൾ കൊണ്ടുവന്നു തുടങ്ങി. കഴിഞ്ഞ ദിവസം ഒച്ചുപുരാണം എന്ന ഒരു ശീർഷകത്തോടുകൂടി ഒരു റിപ്പോർട്ട് ഒരു പത്രത്തിൽ കണ്ടിരുന്നു. ഒച്ചിനെ കുറിച്ചാണ് ആ റിപ്പോർട്ട്. അതിൻ്റെ ശീർഷകം നോക്കുമ്പോൾ ഒച്ചുപുരാണം എന്ന് എഴുതിയിരിക്കുന്ന ഓ കണ്ടാൽ ഒച്ചിനെ പോലെ തോന്നുന്നു. കാരണം ഓയുടെ തലപ്പത്ത് ഒച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ വെച്ച് ഒരു കൊമ്പും ഒക്കെ ചേർത്ത് വെച്ചിട്ട് അതിനെ ഒരു ഒച്ചു പോലെയാക്കി എടുത്തിട്ടുണ്ട്. ഓ എന്ന അക്ഷരത്തിൽ നിന്ന് ഒച്ചിനെ ഉണ്ടാക്കാമെങ്കിൽ ഓയിൽ നിന്ന് 63 ഉണ്ടാക്കാമെന്നും ഒരു പത്രം കാണിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്നതിലെ അനിശ്ചിതത്വം നീണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഒരു പത്രം ചോദിച്ചത് ഈ 63 MLA-മാരുടെ പിന്തുണ ആർക്കാണ് എന്ന്. ഈ വാർത്തയ്ക്ക് അവർ നൽകിയിരുന്നത് ഒപ്പം എന്നൊരു വാക്കാണ്. അവിടെ ഓ എന്ന ഒരു അക്ഷരത്തെ 63 മാറ്റിയിട്ടുണ്ട്. ഓ എന്ന അക്ഷരത്തെ 63 എന്നൊരു സംഖ്യയാക്കി മാറ്റുന്നതിന് പിന്നിൽ ഒരു കൗശലമുണ്ടല്ലോ, ഒരു ഗ്രാഫിക് കൗശലം. അത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇനിയും ഇതുപോലെ പലതും വരുമായിരിക്കാം. 9 ദിവസമായിട്ടും തീരുമാനമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു പത്രം കൗണ്ട് ഡൗൺ പോലെ എഴുതിയിട്ട് 3-3-3 എന്നൊരു ശീർഷകം നൽകിയിട്ടുണ്ട്. മറ്റൊരു പത്രത്തിൽ കാത്തിരിപ്പ് നമ്മുടെ വിധിയാണെന്നുള്ള മട്ടിലുള്ള ശീർഷകമാണ് വന്നത്. മാധ്യമം പത്രത്തിലാകട്ടെ അവിടെ എഴുതിയിരിക്കുന്നത് വെയിറ്റ് ആൻഡ് സി എന്നാണ്. അറ്റത്തൊരു എമ്മും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ആൻഡ് സി എം എന്ന്, അത് വെയിറ്റ് ഫോർ ദ സി എം എന്നായിരിക്കും പറയുന്നത്. ഇതിനിടെ മറ്റൊരു പത്രത്തിൽ ഒന്നാം പേജിൽ തന്നെ പൊടി പിടിച്ച് ഭരണയന്ത്രം എന്ന് ഒരു വാർത്തയുണ്ട്. പ്രതീകാത്മകമായി ഒരു യന്ത്രത്തിൻ്റെ, ഒരു പൽചക്രത്തിൻ്റെ പടവും കൂടെ അവിടെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രതീകാത്മകമായ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. ചിലപ്പോൾ ഭരണയന്ത്രം എന്ന് പറയുന്നത് ഇതാണെന്ന് പലരും തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട്. സാക്ഷരത തെറ്റിദ്ധാരണയ്ക്ക് തടസ്സമൊന്നും ആകാറില്ല. കേരള കൗമുദിയിൽ തുടരും മുഖ്യമന്ത്രി ചർച്ച എന്ന് കണ്ടിരുന്നു. മുഖ്യമന്ത്രി ആരെന്നതിനെ പറ്റിയുള്ള ചർച്ചയാണെങ്കിൽ മുഖ്യമന്ത്രി ചർച്ച എന്ന് ഇരട്ടിച്ച് വേണം എഴുതേണ്ടത്. കേരളത്തിലെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഒരു സർക്കാർ അധികാരമേറ്റതിനെ വളരെ കാര്യമായി തന്നെ നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തലൈവർ വിജയ് എന്നായിരുന്നു ഒരു പത്രത്തിൽ കണ്ടത്. ഒന്നിലേറെ പത്രങ്ങളിൽ തലൈവ എന്നുള്ള നീട്ടിയുള്ളൊരു വിളിയുണ്ടായിരുന്നു. മുതൽവൻ വിജയ് എന്നും ഒരു പത്രം എഴുതി കണ്ടിരുന്നു. ത്രില്ലർ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് സത്യപ്രതിജ്ഞ എന്നായിരുന്നു ഒരു പത്രം പറഞ്ഞത്. 3-ൽ-ആര് എന്ന ചോദ്യമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സമയത്തിൽ ആണ് പഴയൊരു ശീർഷകം ഓർമ്മ വന്നത്. അവിടെ 3 MLA-മാരെ ലഭിച്ച ഒരു കക്ഷിയുടെ നേതാവ് പറയുന്ന ഒരു കാര്യമാണ് വന്നത്. 3 മതി മൂക്ക് കയറിടാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ശീർഷകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 3 മതി മൂക്ക് കയറിടുക. കന്നുകാലികളെയൊക്കെ നിയന്ത്രിക്കാനായി അവയുടെ മൂക്കിലൂടെ വരുന്ന കയറാണ് മൂക്കുകയർ. അതിന് മലയാളത്തിൽ എഴുതുന്നത് മൂക്കുകയർ എന്ന് തന്നെയാണ്. ചേർത്ത് ഒറ്റ വാക്കായിട്ടാണ് എഴുതുക. മൂക്ക് കയർ എന്നല്ല എഴുതുന്നത്. മൂക്കുകയർ ഇടുന്നവർ അക്കാര്യം നോക്കിക്കൊള്ളും.
പക്ഷേ എഴുതുന്നവർ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ഗതാഗത കുരുക്ക് എന്ന പ്രയോഗത്തിന് പകരം വഴിക്കുരുക്കായിക്കൂടെ എന്ന് പലരും ചോദിച്ചു കണ്ടിരുന്നു. ചില പത്രങ്ങൾ വഴിക്കുരുക്കെന്ന് എഴുതാറുമുണ്ട്. എങ്കിലും മിക്ക പത്രങ്ങളിലും ഇന്നും ഗതാഗത കുരുക്ക് തന്നെയാണ് തുടരുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ 2 സ്ഥലങ്ങളിൽ ഗതാഗത കുരുക്ക് വന്നതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: ഗതാഗത കുരുക്കിൽ കുരുങ്ങി തമ്പാനൂരും കിഴക്കേക്കോട്ടയും. ഗതാഗത കുരുക്കെന്ന് പറയുന്നതിൽ തന്നെ കുരുക്കുണ്ട്, പിന്നെ അതിലെന്തിന് വീണ്ടും കുരുങ്ങണം? ഇവിടെ കുറേ കൂടെ നന്നായി എഴുതാൻ പറ്റുന്നത് ഗതാഗത കുരുക്കിൽ പെട്ട് എന്നാവാം, അല്ലെങ്കിൽ അകപ്പെട്ട് എന്നാവാം. കുരുക്കിൽ വീണ്ടും കുരുങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് ഈ കുരുക്കുന്ന ആളുകൾ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാമായിരുന്നു.